ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മുഖ്യമന്ത്രിക്കും RSSനും ഇടയ്ക്കുള്ള പാലമാണ് വി മുരളീധരൻ എന്ന് VD സതീശൻ. CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് പങ്കുള്ളതുകൊണ്ടാണ് പണം നൽകിയത്. ഇടപാട് കേന്ദ്രം അന്വേഷിക്കാത്തത് പരസ്പര സഹകരണമുള്ളത് കൊണ്ടാണെന്നും മുഖ്യമന്ത്രി മോദിക്ക് മുന്നിൽ കൈകൂപ്പിയതിലെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും LDFനുമെതിരെ രൂക്ഷ വിമർശനവുമായാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയുടെയും സംഘപരിവാറിന്റെയും ഇടനിലക്കാരനാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനെന്നും അതുകൊണ്ടാണ് എക്സാലോജിക് ഇടപാടിൽ CBIയോ EDയോ അന്വേഷണം നടത്താത്തതെന്നും VD സതീശൻ പറഞ്ഞു. കെ സുരേന്ദ്രനെ കുഴൽപ്പണക്കേസിൽ നിന്നും ഒഴിവാക്കിയത് ഈ ബന്ധം മൂലമാണെന്നും മോദിക്ക് മുന്നിൽ പിണറായി വിജയൻ കൈകൂപ്പി നിന്നതിൽ നിന്ന് ഇതെല്ലാം വ്യക്തമാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനീസ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. ആ അതോറിറ്റി റെക്കമെൻഡ് ചെയ്യാണ് അന്വേഷണം വേണമെന്ന്. പിന്നെ മുരളീധരൻ ഇത് എവിടെന്നാ പറയുന്നത്? കർണാടക മുരളീധരനും പിണറായി വിജയനും തമ്മിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ട്. മുരളീധരനാണ് അതിന്റെ ഇടനിലക്കാരൻ. അതിന്റെ ഭാഗമായിട്ടാണ് CBIയും ED അന്വേഷിക്കാതെ വീണ്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുക. മനസ്സിലായില്ലേ? ഒരു വളരെ പ്രധാനപ്പെട്ട അതോറിറ്റി കണ്ടുപിടിച്ച കാര്യം പിന്നെ എന്തിനാണ് കേന്ദ്ര അതിനേക്കാൾ വലുതാണോ മന്ത്രാലയം? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോഴ കേസ്, SNC ലാവ്ലിൻ കേസ്, ഇത്തരം കേസുകളിൽ സംഘപരിവാറും പിണറായി വിജയനുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എത്രയോ പ്രാവശ്യം ആരോപിച്ച അതിന്റെ ഇടനിലക്കാരനാണ് വി മുരളീധരൻ. അതിന്റെ പകരമായിട്ടാണ് മുരളീധരന്റെ സ്വന്തം ആളായ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ മറ്റേ കുഴൽപ്പണ ഇടപാടിൽ നിന്ന് മാറ്റിക്കൊടുത്തത്. പരസ്പര ധാരണയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ പോകുന്നു. ആ കൈകൂപ്പി നിന്ന നിപ്പുണ്ടല്ലോ, മറ്റേ കൈ ചേർത്ത് പിടിച്ചിട്ട് നിന്ന നിപ്പുണ്ടല്ലോ, എല്ലാത്തിനുള്ള മറുപടിയാണത്. CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ട്. അതല്ലെങ്കിൽ CMRL എക്സാലോജിക്കിന് പണം കൊടുക്കേണ്ട ആവശ്യമില്ല. AK ബാലന് ഈ ഇടപാടുകളെക്കുറിച്ച് എന്തറിയാമെന്നും സതീശൻ ചോദിച്ചു. CMRLനും എക്സാലോജിക്കിനും ഹാജരാക്കാൻ പറ്റാത്ത രേഖകൾ AK ബാലൻ ഹാജരാക്കുകയാണെങ്കിൽ ആരോപണങ്ങൾ പിൻവലിക്കാമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ഈ കേസിൽ CBI വന്നാൽ കോൺഗ്രസിനുണ്ടാകുന്ന ക്ഷീണമോർത്ത് MV ഗോവിന്ദൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. ഈ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് AK ബാലനും CPMനും അറിയാമോ? CPM ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ എന്ത് ഡീറ്റെയിൽസ് അന്നാ AK ബാല ഹാജരാക്കട്ടെ. ഈ രേഖകൾ മുഴുവൻ പബ്ലിക്കിന്റെ മുമ്പിൽ ഹാജരാക്കട്ടെ. അതായത് ഈ രണ്ട് കമ്പനികളും തമ്മിൽ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടോ? എക്സാലോജിക് കമ്പനി CMRLന് സോഫ്റ്റ്വെയർ സർവീസ് നടത്തി കൊടുത്തിട്ടുണ്ടോ? എന്ത് സോഫ്റ്റ്വെയർ സർവീസാണ് നടത്തിക്കൊടുത്തതെന്നുള്ള തെളിവുകൾ AK ബാല ഹാജരാക്കിയാലും മതി. ഞങ്ങൾ പിൻവലിക്കാം. ഈ രേഖകൾ ഉണ്ടെങ്കിൽ, അതായത് ഇൻകം ടാക്സ് അതോറിറ്റിയുടെ മുമ്പിലും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ മുമ്പിൽ, ഇത് രണ്ടും സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ മുമ്പിൽ ഈ രണ്ട് കമ്പനികൾക്കും ഹാജരാക്കാൻ പറ്റാത്ത രേഖകൾ CPMന്റെ നേതാവ് AK ബാല ഹാജരാക്കട്ടെ. കമ്പനികൾക്ക് രണ്ടും പറ്റിയിട്ടില്ല. പിന്നെ AK ബാല വെറുതെ വന്ന് പുറത്ത് വർത്താനം പറഞ്ഞു. അദ്ദേഹം രേഖ ഹാജരാക്കി പറയട്ടെ.